ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച. ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും റൈഫിൾ ക്ലബ്ബ്, പണി, കാതലൻ, ആനന്ദ് ശ്രീബാല, ബാക്ക് ഇൻ ആക്ഷൻ, ക്രേവൻ ദ ഹണ്ടർ സിനിമകളുടെ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളം ഭാഷയിൽ ലഭ്യമാക്കിയ 2 തെലുങ്ക് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആമസോൺ പ്രൈം, സൺ ആൻഡ് നെക്സ്റ്റ്, ETV വിനിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്ത അല്ലാരി നരേഷ്, അമൃത അയ്യരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ആക്ഷൻ ഡ്രാമ റൊമാന്റിക് തെലുങ്ക് സിനിമയാണ് ബച്ചാല മല്ലി. മിക്സ്ഡ് അഭിപ്രായം നേടിയ ഈ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതും നേരത്തെ തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ വില്ലേജ് ആക്ഷൻ ഡ്രാമ ത്രില്ലർ തെലുങ്ക് ചിത്രമാണ് പൊട്ടേൽ. ഈ സിനിമയും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രദീപ് വേലായുധൻ സംവിധാനം ചെയ്ത മലയാളം കോമഡി ചിത്രമാണ് ഒരു കടന്നൽ കഥ. ജാഫർ ഇടുക്കി, അസീസ്, സുധീർ കരമന ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഈ സിനിമ ഇപ്പം യൂട്യൂബിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ജോജു ജോർജ് കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായിട്ടുള്ള ചിത്രമാണ് പണി. സാഗർ സൂര്യ, ജുനൈസ് കൂടെ അഭിനയിക്കുന്ന 37 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ 15 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന മികച്ച അഭിപ്രായം നേടിയ ആക്ഷൻ ത്രില്ലർ ചിത്രം ജനുവരി 16 എന്തായാലും സോണി ലീവിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. എന്നാൽ അതിനു മുന്നേ ജനുവരി 15 വൈകിട്ട് 6 മണിക്ക് ശേഷം സോണി ലീവിലൂടെ സിനിമ എപ്പം വേണമെങ്കിലും OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. ആഷിഖ് അബു സംവിധാനം ചെയ്ത ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, വാണി വിശ്വനാഥ്, ദർശന ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന 8 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന തിയേറ്ററിൽ വിജയിച്ച് 28 കോടിയോളം കളക്ഷൻ നേടിയ ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ്. സിനിമ വരുന്ന വ്യാഴാഴ്ച ജനുവരി 16 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നസ്ലൻ ഗഫൂറിനെ നായകനാക്കി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത മിക്സഡ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ, തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ എന്നാൽ ഡീസന്റ് കളക്ഷൻ നേടിയ മലയാളം ടെക്നോ ത്രില്ലർ ചിത്രമാണ് അയാം കാതലൻ. സിനിമ മനോരമ മാക്സിലൂടെ ജനുവരി 17 മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന വെട്രിമാരൻ സംവിധാനം ചെയ്ത നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത പീരീഡ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിടുതലൈ പാർട്ട് 2. മിക്സഡ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ, തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ തമിഴ് ചിത്രം ജനുവരി 17 ZEE5 OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കി എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇതുവരെയായിട്ടും ZEE5 പുറത്തുവിട്ടിട്ടില്ല. ഒഫീഷ്യൽ പ്രഖ്യാപനത്തോടു കൂടി മാത്രമേ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത മികച്ച അഭിപ്രായം നേടിയെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത മാധവൻ നായർ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന മലയാളം ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ആനന്ദ് ശ്രീബാല. സിംപ്ലി സൗത്ത്, മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ മനോരമ മാക്സും സിംപ്ലി സൗത്തും സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. സാധാരണ സിംപ്ലി സൗത്ത് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ OTT റിലീസ് 10 ദിവസത്തിനുള്ളിലോ അതല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ആയിട്ട് OTT റിലീസ് പതിവുള്ളതാണ്. എന്നാൽ അയാം കാതലൻ എന്ന സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആനന്ദ് ശ്രീബാല സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ച ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജനുവരി 18 ജനുവരി 25 ഉള്ളിലായിട്ട് അടുത്ത ആഴ്ച ആയിരിക്കും ആനന്ദ് ശ്രീബാല സിനിമ മനോരമ മാക്സ്, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുക. ബേബാജ് എന്ന ഹോളിവുഡ് സിനിമയുടെ സംവിധായകൻ സെത്ത് ഗോർഡൻ സംവിധാനം ചെയ്ത 1 മണിക്കൂർ 54 മിനിറ്റ് ദൈർഘ്യമുള്ള ജേമി ഫോക്സും കാമറോൺ ദിയാസും ചേർന്ന് അഭിനയിക്കുന്ന ഹോളിവുഡ് ആക്ഷൻ കോമഡി സ്പൈ ത്രില്ലർ ചിത്രമാണ് ബാക്ക് ഇൻ ആക്ഷൻ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാമറോൺ ദിയാസ് അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. സിനിമ ജനുവരി 17 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ആരോൺ ടൈലർ ജോൺസൺ നായകനാകുന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മാർവൽ ചിത്രമാണ് ക്രേവൻ ദ ഹണ്ടർ. സിനിമ നാളെ രാവിലെ 9:30 ആമസോൺ പ്രൈമിലൂടെ ജനുവരി 14 ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. തമിഴ് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് ആലൻ. ആസ്ട്രോ തങ്കത്തിരയിലൂടെ സിനിമ ഓവർസീസിൽ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായങ്ങൾ നേടിയ സൂദ് കവും 2 എന്ന തമിഴ് ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രം ജനുവരി 14 നാളെ ആഹാ തമിഴ് OTTയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ജനുവരി 15 ടെന്റ് കോട്ടയിലും കൂടെ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഫാമിലി കോമഡി റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് ഫാമിലി പടം. സിനിമ നാളെ ജനുവരി 14 സിംപ്ലി സൗത്ത് ടെന്റ് കോട്ടയിലൂടെയും ജനുവരി 15 ആഹാ തമിഴ് OTTയിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ജാക്കി ഷ്രഫൊക്കെ അഭിനയിക്കുന്ന ആക്ഷൻ ഡ്രാമ ഹിന്ദി സീരീസ് ആണ് ചിടിയ വുഡ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഈ സീരീസ് ജനുവരി 15 ആമസോൺ MS പ്ലെയർ ഫ്രീ OTTയിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. പാത ലോക്ക് എന്ന ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസിന്റെ 2ാമത്തെ സീസൺ ജനുവരി 17 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ ലഭ്യമാക്കുന്നതാണ്. മിക്സഡ് അഭിപ്രായം നേടിയ ബ്ലഡി ആക്സ് ബൂണ്ട് എന്ന അമേരിക്കൻ സ്ലേഷർ ഹൊറർ കോമഡി സിനിമയും ഡാനിയൽ ക്രൈഗ് അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടിയ ക്യൂർ എന്ന ബ്രിട്ടീഷ് പീരിയോഡിക് റൊമാന്റിക് ഡ്രാമ സിനിമയും നാളെ രാവിലെ 9:30
5:30 ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഹെൻറി ഡേഞ്ചർ ദ മൂവി എന്ന അമേരിക്കൻ ഹോളിവുഡ് കിഡ് സൂപ്പർ ഹീറോ ആക്ഷൻ കോമഡി ചിത്രം ജനുവരി 18 ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ നിക്കലഡോൺ വഴി റിലീസ് ചെയ്യുന്നതാണ്. ജെന്നിഫർ ലോപ്പസ് അഭിനയിക്കുന്ന അമേരിക്കൻ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് അൺസ്റ്റോപ്പബിൾ. ആമസോൺ പ്രൈമിലൂടെ ജനുവരി 16 ഇംഗ്ലീഷ് ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റഷ്യൻ ഇറോട്ടിക് റൊമാന്റിക് ത്രില്ലർ ഡ്രാമ സിനിമയാണ് ഷുഗർ ബേബി. സിനിമ ജനുവരി 17 ആമസോൺ പ്രൈം VR OTT-യിലൂടെ റഷ്യൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി ലഭ്യമാകുന്നതാണ്. ഇറ്റാലിയൻ കോപ്പ് ക്രൈം ത്രില്ലർ സീരീസ് ആണ് പബ്ലിക് ഡിസോർഡർ. സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ജനുവരി 16 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിൽ ഉച്ചയ്ക്ക് 1:30 OTT റിലീസ് ചെയ്യും. എക്സോ കിറ്റി എന്ന അമേരിക്കൻ ടീനേജ് റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസിന്റെ 2ാമത്തെ സീസൺ ജനുവരി 16 തന്നെ ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. കൊറിയൻ ക്രൈം കോമഡി മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് അൺമാസ്ക്ഡ്. സീരീസ് ജനുവരി 15 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സെവറൻസ് എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലർ മിസ്റ്ററി ഹോളിവുഡ് സീരീസിന്റെ 2ാമത്തെ സീസൺ ജനുവരി 17 ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഹൂഡ്സൺ ആൻഡ് റക്സ് എന്ന കനേഡിയൻ ക്രൈം മിസ്റ്ററി ഡ്രാമ സീരീസിന്റെ 7ാമത്തെ സീസൺ സിറ്റി TV പ്ലസിലൂടെ ജനുവരി 14 ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. 2022 ഇറങ്ങിയ ചൈനീസ് ടീനേജ് റൊമാന്റിക് ഡ്രാമ സീരീസ് ആണ് ഹലോ മൈ ഗേൾ. സീരീസ് ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ചൈനീസ് ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി ലഭ്യമാണ്.